Namaste. The story of Indian democracy. Indian ജനാധിപത്യത്തിന്റെ കഥ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ ജനാധിപത്യം എന്ത് എന്നും തരങ്ങൾ എന്തെല്ലാമെന്നും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു ആമുഖം പോലെ എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്, പണ്ടുകാലം മുതലേ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള രൂപീകരണ പ്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ദ കോർ വാല്യൂസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. വാട്ട് ആർ ദ വേരിയസ് വാല്യൂസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയത്തിനകത്ത് നിരവധി മൂല്യങ്ങൾ ഉണ്ട്. ആ മൂല്യങ്ങൾ ആ ഒരു ആശയത്തിനകത്തേക്ക് വന്നതിന് പിന്നിൽ നിരവധി ആൾക്കാരുടെ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളും ആ വാല്യൂസ്, ഏതൊക്കെ തരം വാല്യൂസ് ആണ്, മൂല്യങ്ങളാണ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ദ കോർ വാല്യൂസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കേന്ദ്ര മൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഇൻ ജനറൽ പറയാം. നമ്മൾ പറയുന്നുണ്ട് പണ്ട് കാലം മുതലേ ഒരുപാട് ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു, ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പിന്നെ മോഡേൺ ആശയങ്ങളും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഡെമോക്രാറ്റിക് ഐഡിയാസ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. പിന്നെ അതിനായിട്ട് സഹായിച്ചിട്ടുള്ള ചില ആളുകളുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so the idea of democracy developed during the time of British rule. We have already mentioned about that in the last class. The idea of democracy developed during the time of British rule. ജനാധിപത്യം എന്ന് പറയുന്ന ആശയം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലിബറൽ ആശയങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുവാൻ ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തി. അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ മനസ്സിലേക്ക് ലിബറൽ ആശയങ്ങൾ വളർത്തി. ആ ലിബറൽ ആശയങ്ങളായ എന്തൊക്കെയായിരുന്നു ലിബറൽ ഐഡിയാസ് എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെയാണ് ലിബറൽ ആശയങ്ങൾ. ഈ ലിബറൽ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുവാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ദ ഐഡിയ ഓഫ് ഡെമോക്രസി ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇറ്റ്സെൽഫ്. And Britishers introduced English education or Western education in India, and this Western education they introduced for influencing Indian masses to support them. Britishers introduced English education to create a Western influenced mass to support Britishers. Okay, but we the Indians used that idea of democracy like social justice, then nationalism, equality, etc. to challenge colonial rule. We learned English education, we received English education and we challenged Britishers. മനസ്സിലായല്ലോ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലിബറൽ ആശയങ്ങളായ സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുവാനായിട്ട് ഇന്ത്യക്കാര് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. Now we are moving to the second point. Second point is ജനാധിപത്യ മൂല്യങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ പ്രാചീന ഇന്ത്യയിലും നിലനിന്നിരുന്നു. ഡെമോക്രാറ്റിക് വാല്യൂസും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിൽ ആൾറെഡി ട്രഡീഷണൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Our democratic values are not purely Western. We had democratic republics in India. For example, we had 16 large provinces including Magadha where we practiced democracy. മഗധ ഉൾപ്പെടെ 16 വലിയ രാജ്യങ്ങളിൽ ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആൻഡ് വെൻ ദർ ഈസ് ഡെമോക്രാറ്റിക് വാല്യൂസ്, നാച്ചുറലി വാട്ട് കംസ് വിരുദ്ധ വീക്ഷണങ്ങൾ, എതിർപ്പുകൾ, ചർച്ചകൾ ഒക്കെ ഉണ്ടായിരിക്കും. ഡെമോക്രസിയുടെ ഒരു പ്രത്യേകതയാണ് എന്താ പറയുക, കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റുകളും അതുപോലെ ചർച്ചകളുമൊക്കെ അല്ലെ, ഒരു വിരുദ്ധ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മഗധ തുടങ്ങിയിട്ടുള്ള 16 വലിയ രാജ്യങ്ങളിൽ ഈ ജനാധിപത്യം റിപ്പബ്ലിക് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ വിരുദ്ധ വീക്ഷണങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു.
അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ നാടോടി ഗാനങ്ങൾ, കടങ്കഥകളൊക്കെ തെളിവുകളാണ്. ഈവൻ മഹാഭാരത എന്ന് പറയുന്ന കഥയ്ക്കകത്തും ഇത്തരത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളാണ്. Okay, so our democratic values are not purely Western. We had democratic republics in India. We had 16 large provinces including Magadha where we practiced democracy. Okay, and these ideas we are getting from the folk songs and the classical stories of India. An example for that is Mahabharata. Then, ആധുനിക ഇന്ത്യ സാമൂഹ്യ നവീകരണത്തിനായി പാശ്ചാത്യവും ഭാരതീയവുമായ ആശയങ്ങളും അവയുടെ സമന്വയവും പുനർവ്യാഖ്യാനവും ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക് വരികയാണ്. ആധുനിക ഇന്ത്യ സാമൂഹിക നവീകരണത്തിനായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ പോയപ്പോൾ എന്ത് ചെയ്യുന്നു? പാശ്ചാത്യവും ഭാരതീയവുമായ ആശയങ്ങളും ആ രണ്ട് ആശയങ്ങളും കൂടെ പ്രത്യേകം ചില സ്ഥലങ്ങളിൽ നമ്മൾ പാശ്ചാത്യ ആശയങ്ങളും ഭാരതീയ ആശയങ്ങളും ഉൾക്കൊണ്ടു. ചില സ്ഥലങ്ങളിൽ രണ്ടിൻ്റെയും കൂടെ സമന്വയം, കോമ്പിനേഷൻ നമ്മൾ എടുത്തു. ചില സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും വ്യാഖ്യാനിച്ചു, അതിനെ കുറെ കൂടെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഉദാഹരണമായിട്ട് ആധുനിക ആശയമായ സമത്വം ആൻഡ് പരമ്പരാഗത ആശയമായ നീതി എന്നിവയെല്ലാം നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, ഈ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞുവെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന എന്തായിരുന്നു? ദേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ taught us equality, democracy, freedom, etc. But they never practiced those ideas in India. So Indians questioned the meaning of democracy, and we realized that the poverty and social discrimination never eliminates in a British colonial India. When Britishers are ruling in India, we are not going to get the democratic ideas such as equality, freedom, etc. Okay, so we realized that. And then the third point is, we had a vision of democracy before independence and even during independence. And our ideas for the formation of these democratic India was a combination of modern as well as traditional ideas. And modern means equality and traditional is justice. ഓക്കെ, ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയ ഒക്കെ നമുക്ക് നമ്മുടെ വേദങ്ങളിലൊക്കെ കാണാൻ പറ്റും, നീതി. ഇനി ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നുവെങ്കിലും കോളനിയായ ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധ വിവേചനപരമായ ഭരണമാണ് അവർ നടപ്പിലാക്കിയത്. സോ ഇന്ത്യൻസ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷേഴ്സ് ആൻഡ് വി റിയലൈസ് ദാറ്റ് അവർ പോവർട്ടി ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നെവർ എലിമിനേറ്റ്സ് ഇൻ എ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നു. ഓക്കെ, so Indians questioned the meaning of democracy, and we realized that poverty and social discrimination never eliminates in a British colonial India. And at the same time, we realized that what we studied as equality, democracy, freedom, etc. were not practiced by the Britishers. Okay, then in 1928, Motilal Nehru, along with 8 Congress leaders, started to implement the idea of democracy, and for that they wrote a constitution, and that was the beginning of the formation of Indian Constitution. So in 1928, Motilal Nehru along with 8 Congress leaders wrote a constitution for implementing democracy in India. That was the beginning. 1928-ൽ മോത്തിലാൽ നെഹ്റുവും 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയിൽ ജനാധിപത്യം നടപ്പിലാക്കുവാനായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുത്തിന്റെ തുടക്കമായിരുന്നു. ശേഷം 1931-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
കറാച്ചി സമ്മേളനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം ഉണ്ടായത്. ഈ കറാച്ചി സമ്മേളനത്തിൽ വച്ചാണ് നമ്മൾ വലിയ ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം നമ്മൾ പാസ്സാക്കുന്നു. ആ പ്രമേയത്തിനകത്ത് നിരവധി നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കണം ഇന്ത്യൻ ഡെമോക്രസി എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി കോൺഗ്രസ് പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമ്മേളനത്തിന് അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. അപ്പം നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ആശയങ്ങൾ, എന്തൊക്കെ മൂല്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ ചർച്ച ചെയ്യുകയും അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ അത് അവർ അവതരിപ്പിക്കുകയും പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, 1931 Karachi Congress resolution reflected a vision of democracy that meant not only for elections but also a restructuring of Indian society to produce a democratic society. ഇന്ത്യ സൊസൈറ്റിയുടെ ഒരു എന്താ പറയുക അഴിച്ചുപണിക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളായിരുന്നു ഈ 1931 കറാച്ചി കോൺഗ്രസ് റെസൊല്യൂഷനിലൂടെ അവർ പുറത്തേക്ക് വിട്ടത്. ഓക്കെ, ഇനി ഈ കറാച്ചി സമ്മേളനത്തിനകത്ത് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ജനാധിപത്യ സമൂഹം നിർമ്മിക്കാൻ ഇന്ത്യൻ സാമൂഹ്യ ഘടന പൊളിച്ചെഴുതണം. ഫോർ മേക്കിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, ഫോർ ബിൽഡിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി വി ഹാവ് ടു റീസ്ട്രക്ചർ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. വി ഹാവ് ടു റീസ്ട്രക്ചർ ഇന്ത്യ എന്ന് പറയുന്നു. ജനാധിപത്യ സമൂഹം നിർമ്മിക്കണമെങ്കിൽ ഇന്ത്യയുടെ സാമൂഹിക ഘടന നമ്മൾ പൊളിച്ചെഴുതേണ്ടതാണ്. ഇനി ദേശീയ പ്രസ്ഥാനങ്ങൾ നിർമ്മിച്ച ജനാധിപത്യ സങ്കല്പങ്ങൾ കറാച്ചി പ്രമേയം ഉയർത്തിപ്പിടിച്ചു. So, with the help of the Indian National Congress and other freedom fighting movements and institutions, they made democratic ideas and they gave these ideas as a resolution in this International Congress, Karachi Congress. Okay. കറാച്ചി സമ്മേളനത്തിൽ അവർ ഇതിനെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രമേയത്തിനകത്ത് വരുന്ന മൂല്യങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ നിർമ്മിച്ച ജനാധിപത്യ സങ്കല്പങ്ങളാണ്. ഇനി അങ്ങനെ ഇത് നമ്മുടെ ഭരണഘടനയിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ജനാധിപത്യ മൂല്യങ്ങളാണ് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി കറാച്ചി പ്രമേയത്തിലെ ആശയങ്ങളായ രാഷ്ട്രീയ നീതി, സാമൂഹ്യ സാമ്പത്തിക നീതി, തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ, പദവി സമത്വം, അവസര സമത്വം എന്നിവ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. കറാച്ചി പ്രമേയത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക മൂല്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, ദെൻ ഈക്വൽ റൈറ്റ്സ് ഇൻ പൊളിറ്റിക്സ്, അപ്പോൾ ഇക്വാലിറ്റി ഇൻ പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതുപോലെ പദവി സമത്വം, ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ്, ദെൻ അവസര സമത്വം, ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്നിവ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്ന ആശയങ്ങളാണ്? ദ മെയിൻ വാല്യൂസ് ഓഫ് കറാച്ചി റെസൊല്യൂഷൻ. ഓക്കെ, സോ കറാച്ചി പ്രമേയത്തിലെ ആശയങ്ങളായ രാഷ്ട്രീയ നീതി, സാമൂഹിക സാമ്പത്തിക നീതി, തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ, പദവി സമത്വം, അവസര സമത്വം എന്നിവ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. സോ ദ മെയിൻ വാല്യൂസ് which include political justice, social and economic justice, equality in status, equality in opportunity and equality in political rights are included in our constitution. Then fourth one, കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം, നമ്മുടെ രാജ്യം എന്നുള്ള കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ സ്വരാജിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഫോർ മേക്കിംഗ് സ്വരാജ്, വാട്ട് ആർ ദ മേജർ എലിമെന്റ്സ് that we have to include in this Swaraj idea is mentioned by the Congress in this Karachi
കോൺഗ്രസ്. കറാച്ചി കോൺഗ്രസ്സിൽ അവർ ഏതൊക്കെ കാര്യങ്ങൾ ആണ് സ്വരാജിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വ്യക്തമാക്കുന്നു. ജനാധിപത്യ ആശയങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും ഇത് അനുവദിക്കാത്ത ഒരു ഭരണഘടനയും സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. They made a list of democratic rights. They made a list of democratic rights and a constitution that is not permitting this list of democratic rights we are not going to accept എന്ന് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു. We need these democratic rights. They prepared a list of democratic rights and we need a constitution which includes these list of democratic rights എന്ന് ആര് പറയുന്നു? ഈ കറാച്ചി സമ്മേളനം പറയുന്നു. കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ സ്വരാജിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ ജനാധിപത്യ അവകാശങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും അത് അനുവദിക്കാത്ത ഒരു ഭരണഘടനയും സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനി കറാച്ചി പ്രമേയത്തിലെ ചില ജനാധിപത്യ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 30 പോയിന്റ്സ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഈ 30 പോയിന്റ്സും ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 7-8 എണ്ണം നിങ്ങൾ ആ 30 എണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. ഇതിനകത്ത് ഇപ്പം നമ്മുടെ കറാച്ചി പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും എല്ലാ ഡെമോക്രാറ്റിക് റൈറ്റ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, in our Indian constitution, whatever is mentioned in Karachi Congress is not included. Few are included. നല്ലതെന്ന് തോന്നുന്ന ചിലത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് അഭിപ്രായ പ്രകടനം, സംഘടന, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടന ഉണ്ടാക്കുവാനുള്ള, ഒന്നിക്കുവാനുള്ള, സമ്മേളനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള, സംഘടിക്കുവാനുള്ള, സമ്മേളനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് മീറ്റിംഗ് എന്നുള്ളതാണ് ഒന്നാമത്തത്. സെക്കൻഡ് വൺ ഇസ് ഫ്രീഡം ഓഫ് റിലിജിയൻ, മതത്തിനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം, ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് റിലിജിയൻ. തേർഡ് വൺ ഇസ് എല്ലാ സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ആൾ കൾച്ചേഴ്സ് ആൻഡ് ലാംഗ്വേജ്, എല്ലാ സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും എന്താ പറയുക സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ആൾ കൾച്ചേഴ്സ് ആൻഡ് ലാംഗ്വേജസ്. പിന്നെ നാലാമത്തത് പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡൽട്ട് സഫറേജ്, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. പ്രായപൂർത്തി വോട്ട്, അഡൽട്ട് ആണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അഡൽട്ട് സഫറേജ്. എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ തുല്യർ. All citizens are equal or all citizens shall be equal before the law എന്നുള്ളതാണ്. 6 രാഷ്ട്രത്തിന് മതപരമായ നിഷ്പക്ഷത വേണം, റിലീജിയസ് ന്യൂട്രാലിറ്റി ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രം ഒരു മതത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, മതനിരപേക്ഷത. അപ്പോൾ രാഷ്ട്രത്തിന് മതപരമായ നിഷ്പക്ഷത വേണം എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഷുഡ് ഹാവ് ന്യൂട്രാലിറ്റി ഓൺ റിലിജിയൻ, റിലീജിയസ് ആസ്പെക്റ്റിൽ ന്യൂട്രാലിറ്റി വേണം എന്നുള്ളതാണ്. സൗജന്യവും നിർബന്ധിതവും പ്രാഥമിക വിദ്യാഭ്യാസം, ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ. 8th വൺ ഇസ് പൊതുകിണർ, വിദ്യാലയങ്ങൾ എന്നിവയിൽ തുല്യ അവകാശം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഷുഡ് ഗീവ് ഈക്വൽ റൈറ്റ്സ് ടു പബ്ലിക് പ്ലേസസ് ലൈക്ക് വെൽ ആൻഡ് സ്കൂൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഇത് 30 എണ്ണത്തിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ 30 എണ്ണം ഉണ്ട്. അപ്പൊ അത് 30 നിങ്ങൾ വായിച്ചിരിക്കണം, ചോദിച്ചാൽ എഴുതണം. ചോദിക്കാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. ഇതിൽ ചിലത് മാത്രം നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതിയായിരിക്കും. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർ വാല്യൂസ് ഏതൊക്കെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്നതായിരിക്കും നമ്മുടെ ചോദ്യം. അപ്പോൾ അത്രയുമാണ്, ഇവിടെ വരെയാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ളത്. ഇനി ബോക്സിനകത്ത് കിടക്കുന്ന 2 കാര്യങ്ങളും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ജനാധിപത്യത്തിലുള്ള ചോദ്യം ചെയ്യൽ പാരമ്പര്യം പണ്ട് മുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇൻ ഇന്ത്യൻ സൊസൈറ്റി വി ക്യാൻ സീ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ്, ഡെമോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് നമുക്ക് പണ്ട് തൊട്ടേ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പം അതിനൊരു ഉദാഹരണം മഹാഭാരത കഥയിൽ പറയുന്നുണ്ട്. സ്റ്റോറി ഓഫ് മഹാഭാരത നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഭൃഗു എന്ന് പറയുന്ന ഒരു സന്യാസി ഒരു ജാതിയെക്കുറിച്ച്, ഭൃഗുവും അതുപോലെ തന്നെ ഭരദ്വജ എന്ന് പറയുന്ന 2 പേര്
തമ്മിലുള്ള ഒരു ഡിസ്കഷനെ കുറിച്ച് മഹാഭാരതത്തിനകത്ത് പറയുന്നുണ്ട്. എ ഡിസ്കഷൻ ബിറ്റ്വീൻ ഭൃഗു ആൻഡ് ഭരദ്വജ ഈസ് മെൻഷൻഡ് ഇൻ ദി സ്റ്റോറി, ഇൻ ദി ക്ലാസിക്കൽ സ്റ്റോറി മഹാഭാരത. അവിടെ ഈ ഭൃഗു പറയുന്നത് ജാതി തൊലിയുടെ നിറം പോലെയുള്ള കായിക സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്കിന്നിന്റെ കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷൻ ആണ് എന്ന് ഭൃഗു പറയുമ്പോൾ ഇതിനെ ഭരദ്വജ എതിർക്കുന്നു. ഒരേ ജാതിയിൽ എങ്ങനെ പല നിറക്കാർ വന്നു? അങ്ങനെയാണെങ്കിൽ നിറത്തിന്റെ പേരിലാണ് ഡിവിഷൻ എന്നുണ്ടെങ്കിൽ ഒരേ ജാതിയിൽ തന്നെ പല നിറക്കാരുമുണ്ട് എന്നുള്ളതാണ്. So this Bharadwaja corrects him by pointing out the different complexions within one caste. You can see different complexions within one caste. So what you are saying is wrong എന്ന് ആര് പറയുന്നു? ഭരദ്വജ പറയുന്നു. പിന്നെ ഭൃഗു എന്താ പറഞ്ഞത്? ഭൃഗു സേസ് കാസ്റ്റ് ഡിവിഷൻ ഈസ് കണക്റ്റഡ് ടു ഡിഫറെന്റ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ലൈക്ക് സ്കിൻ കളർ. സ്കിൻ കളറിന്റെ ബേസിലാണ് ജാതിയിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഭരദ്വജ അതിനെ എതിർത്തിട്ട് പറയുന്നു ഒരേ ജാതിയിൽ എങ്ങനെ പല നിറക്കാർ അങ്ങനെയാണെങ്കിൽ വന്നു? ജാതികൾ സങ്കരങ്ങളാണ്, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യവികാരങ്ങളും എല്ലാ ജാതിക്കാരെയും ഒരേപോലെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് ഭരദ്വജ ചൂണ്ടിക്കാണിക്കുന്നു. ഇഫ് ഡിഫറെന്റ് കളേഴ്സ് ഇൻഡിക്കേറ്റ് ഡിഫറെന്റ് കാസ്റ്റ് ദെൻ ആൾ കാസ്റ്റ് ആർ മിക്സ്ഡ് കാസ്റ്റ് എന്നാണ് ആര് പറയുന്നത്? ഈ ഭരദ്വജ പറയുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദി ഒപ്പോസിംഗ് വ്യൂ പോയിന്റ്. ദർ ആർ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റും കോമ്പീറ്റിംഗ് വ്യൂ പോയിന്റ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു തെളിവായിട്ടാണ് വിരുദ്ധ വീക്ഷണങ്ങൾ, എതിർക്കുന്ന വീക്ഷണങ്ങളാണ് ഡെമോക്രസിയുടെ പില്ലാർ എന്ന് പറയുന്നത്, അല്ലെ? ആൾക്കാർ ശരിക്ക് വേണ്ടിയിട്ട് നമ്മളെ എതിർക്കുന്നു. അപ്പൊ അങ്ങനത്തെ വിരുദ്ധ വീക്ഷണങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ട്രഡീഷണൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഭൃഗുവിന്റെയും ഭരദ്വജയുടെയും ഈ ഒരു ഡിസ്കഷൻ, ജാതിയെക്കുറിച്ചുള്ള ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ അടുത്തതും ബോക്സിനകത്തുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻ കേസ് ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ദാറ്റ് മേ ബി ഫോർ 3 മാർക്സ്. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ബുദ്ധമാർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. He says Buddha's ideology is best for implementing when you speak about ഡെമോക്രാറ്റിക് ഐഡിയാസ് എന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ ഊന്നിയുള്ള ഒരു രാഷ്ട്രമാണ് നാം ലക്ഷ്യമിടുന്നത്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടി, നമുക്ക് ഈ സാഹോദര്യം, സ്വാതന്ത്ര്യം, ഫ്രീഡം, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഊന്നിയിട്ടുള്ള ഒരു ഇന്ത്യ ആയിരുന്നു നമ്മൾ. വി ഡ്രീംഡ് ഓഫ് കൺട്രി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. പക്ഷേ ഫ്രഞ്ച് വിപ്ലവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഫ്രഞ്ച് റെവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫ്രഞ്ച് റെവല്യൂഷൻ ഇതിന് തുടങ്ങിയെങ്കിലും ഒരിക്കലും ഫ്രഞ്ച് റെവല്യൂഷൻ അവരുടെ ഈ ഒരു ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ഒന്നും ഫ്രാൻസിലൊന്നും അവർ നേടിയെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതും പറഞ്ഞു. റഷ്യൻ വിപ്ലവത്തിനെയും അദ്ദേഹം, റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സമത്വം ലക്ഷ്യമാക്കി തുടങ്ങി ഏതാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്? ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റഷ്യൻ വിപ്ലവം, റഷ്യൻ റെവല്യൂഷൻ എയിംഡ് അറ്റ് ഇക്വാലിറ്റി ഓൺലി, ബട്ട് ഇക്വാലിറ്റി ഹാസ് നോ വാല്യൂ വിത്തൗട്ട് ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി എന്നാണ് ആര് പറയുന്നത്? അംബേദ്കർ പറയുന്നത്. ഇഫ് യു വാണ്ട് ഇക്വാലിറ്റി ദർ ഷുഡ് ബി ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി എന്നതാണ് അംബേദ്കറുടെ അഭിപ്രായം. സോ റഷ്യൻ റെവല്യൂഷൻ സമത്വം ലക്ഷ്യമാക്കി തുടങ്ങിയെങ്കിലും അവിടെ സമത്വത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും സ്വാതന്ത്ര്യത്തിനെയും സ്വാഹോദര്യത്തിനെയും തള്ളിക്കളയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവ മൂന്നും ഒന്നിക്കുന്നതായിരിക്കണം, ഒന്നിക്കുന്ന ഒരു ഐഡിയയാണ് ബുദ്ധമാർഗം എന്ന് പറയുന്നത്. Fraternity, liberty, equality appear to coexist only if one follows Buddha. ബുദ്ധന്റെ മാർഗങ്ങളായിരിക്കണം ഭരണഘടന ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നാണ് അംബേദ്കർ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതും ബോക്സിനകത്തുള്ളതാണ് ബുദ്ധമാർഗം, ബുദ്ധാസ് ഐഡിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന്, ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, പിന്നെ റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് പറയുന്നു. ഫ്രഞ്ച് വിപ്ലവം എന്ത് ചെയ്തു? ഇറ്റ് സ്ട്രെസ്സസ് ഓൺ fraternity, liberty and equality, but that revolution was not welcomed by the society. Then we are mentioning about Russian revolution. Russian revolution aimed at equality only, and it gave much importance to equality and no value to fraternity and liberty. So Ambedkar says we have to give importance to fraternity, liberty and equality, and we have to follow Buddha's ideologies when you make a
കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അംബേദ്കർ പറയുന്നത്. അപ്പോൾ ബുദ്ധന്റെ ഐഡിയാസ് ആണ് അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു.